വെക്കാൻ വെച്ച് ഇനിയിപ്പോൾ എടുക്കാൻ വയ്യ എന്നുള്ള പോലെയാണ് ഇപ്പം ഞാനിപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ ആട്ടമാവ് ഇടണം. എന്നാൽ അതിൻ്റെ മൂടി ഒന്ന് തുറന്നാൽ മതി. പക്ഷെ അതുപോലും ചെയ്യൂല. അങ്ങനെ തന്നെ ഞാൻ അതിലിടുള്ളൂ എന്നുള്ള വാശിക്ക് കുത്തിഞ്ഞെരുക്കി അതിൻ്റെ ഉള്ളിലേക്ക് ആട്ടമാവ് നിറക്കുന്ന പരിപാടിയാണ് കേട്ടോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സാധനത്തിൻ്റെ ഉള്ളിൽ നമുക്ക് മാവ് കുഴയ്ക്കാൻ പറ്റും. അപ്പോൾ ചപ്പാത്തി മാവ് കുഴയ്ക്കുക എന്നുള്ള ഉദ്ദേശം വെച്ചിട്ടാണ് ഞാനിത് ഇടുന്നത്. ഇപ്പോൾ ഇതിൽ കുഴയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ലാർജ് ക്വാണ്ടിറ്റിയിൽ തന്നെ ഞാൻ കുഴയ്ക്കുക. അതായത് ഒരു 2 ദിവസത്തേക്ക് കണക്കാക്കിയിട്ട് കേട്ടോ. അപ്പം അടുത്തന്നെ ഒരു ദിവസം കൂടി ചപ്പാത്തി ഉണ്ടാക്കാം എന്നുള്ളൊരു പ്ലാനിൽ മാത്രമേ ഞാൻ ഇതിൽ ഇതാക്കുള്ളൂ. ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയപ്പോൾ ഇതേപോലെ കുറച്ച് എത്ര വെള്ളം ഒഴിക്കണമെന്നൊന്നും ഒരു ഐഡിയ ഇല്ലാണ്ട് ഞാൻ അതേപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് വന്നപ്പോൾ നമ്മളുടെ ഈ ആട്ടമാവിൻ്റെ പുട്ടില്ലേ അതിന് പറ്റിയ നല്ല അടിപൊളി കൺസിസ്റ്റൻസിയിൽ എനിക്ക് കിട്ടിയിട്ടോ. ഇതിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഞാൻ അങ്ങനെ തുറന്ന് നോക്കും. അതായത് ആദ്യത്തെ പ്രാവശ്യം ഞാൻ പറഞ്ഞല്ലോ ഇതൊഴിച്ചപ്പോൾ നമുക്കറിയാത്ത കാരണം കൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നോക്കിയപ്പം കറക്റ്റ് ഈ പുട്ടിന് പറ്റിയ പുട്ടുപൊടിയുടെ അതേ ഇതിൽ എനിക്ക് കിട്ടി ഇതേപോലെ. അപ്പം ഞാൻ വിചാരിച്ചു, അപ്പം തന്നെ എന്ത് ചെയ്തു, പ്ലാൻ മാറ്റി ചപ്പാത്തി മാറ്റിയിട്ട് എന്ത് ചെയ്തു, ഗോതമ്പ് പുട്ട് ഉണ്ടാക്കിയെന്ന്. അങ്ങനെ അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിൽ നല്ല അടിപൊളിയിൽ ഗോതമ്പ് പുട്ട് ഉണ്ടാക്കാൻ പറ്റിയ കൺസിസ്റ്റൻസിയിൽ സംഭവം സെറ്റായി കിട്ടുമെന്ന് എനിക്ക് മനസ്സിലായി. രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ അതേപോലെ ചപ്പാത്തി കുഴക്കാൻ നോക്കിയപ്പം വെള്ളം കൂടിയിട്ട് അങ്ങ് ഒട്ടിപ്പോയി. അതായത് ഇത് ഞാൻ പുറത്തുനിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഇത് ഉണ്ടയാവുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് വെള്ളം ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഉണ്ടായി വന്നപ്പോഴേക്കും വെള്ളം കൂടിപ്പോയി. അപ്പോൾ അത് കാരണം ഞാനിങ്ങനെ നോക്കി ഇടയ്ക്ക് ഇത് തുറന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അതെന്താ വെച്ച് കഴിഞ്ഞാൽ അടിയിൽ കൂടുതൽ വെള്ളം നിൽക്കും, മേലേക്ക് വരാണ്ടേ. നമ്മൾ കൂടുതൽ പൊടിയുടെ കാരണം അങ്ങനെ വരാനുള്ളൊരു ചാൻസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ അത് കാരണം കൊണ്ട് ഇടയ്ക്ക് നിർത്തി ഇതൊന്നും കൂടി മിക്സ് ചെയ്ത് നോക്കി ഇനി ആവശ്യമുണ്ടോ വെള്ളം എന്നൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് ചെയ്യണത്. അങ്ങനെ ഒരു വിധത്തിൽ ഞാനിങ്ങനെ പൾസ് ചെയ്തിട്ടൊക്കെ ലാസ്റ്റ് ഇപ്പോൾ നമ്മൾ പൾസ് ചെയ്യുമല്ലോ അതിൽ അങ്ങനെ ചെയ്തിട്ട് ഇത് ഏകദേശം കുഴച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. സംഭവം ഏകദേശം ഒരു ബോളൊക്കെ ആയിട്ട് വന്നിട്ട് എനിക്ക് തോന്നിയത് വെള്ളം കുറച്ച് കുറഞ്ഞു പോയി എന്നാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഇനി ഇതിൽ വെച്ചതാക്കുന്നില്ല, ഞാനത് എടുത്തു. കാരണം ഇത് എടുത്തിട്ട് ഞാൻ ഈ ഇതിൽ വെച്ചിട്ട് തന്നെ ചെയ്യുന്ന സമയത്ത് ഞാൻ എണ്ണ ആഡ് ചെയ്യാറുണ്ട്. ഇപ്രാവശ്യം ഞാൻ അതും മറന്നുപോയി. അത് കാരണം ഞാൻ എന്ത് ചെയ്തു, എടുത്തൊരു പ്ലേറ്റിലേക്ക് വെച്ചിട്ട് ഞാൻ അതിലേക്ക് ഞാൻ കുറച്ച് എന്ത് ചെയ്തു, എണ്ണയും കൈയൊന്ന് കുറച്ച് വെള്ളവും കൂടി നനച്ചിട്ട് അതും ആയിട്ട് ഒന്ന് കുഴച്ചെടുത്തപ്പോൾ സംഭവം ഓക്കെ ആയിട്ട് വന്നു കേട്ടോ. പിന്നെ ഞാനത് കുറച്ച് നേരം വെച്ചിട്ടാണ് ഞാൻ ഡിന്നറിന് വേണ്ടിയിട്ടപ്പോൾ ഇത് എടുത്തത്. അപ്പോൾ കുറച്ച് നേരം വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, പരത്തുമ്പോഴേക്കും അത് സോഫ്റ്റായി വന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് കുഴച്ചൊന്ന് കുറച്ച് നേരം ഇരുന്നപ്പോഴേക്കും സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അധികം വെള്ളം ആഡ് ചെയ്തിട്ടില്ല. ഇത് എടുത്ത വഴിക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ വെള്ളവും കൂടിയിട്ട് ഞാനൊന്ന് ഉരുട്ടിയെടുത്തു. അതിന് ശേഷം വെച്ചപ്പോഴത്തേക്കും കറക്റ്റായിട്ട് വന്നു കേട്ടോ. ഇത് ആവശ്യത്തിന് എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതേപോലെ സ്റ്റോർ ചെയ്യാണ് ചെയ്യാറ്. ഇതേപോലെ ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് ക്ലോസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, നേരെ ബോക്സിൽ വെച്ച് അടച്ചിട്ട് പിന്നെ ആവശ്യമുള്ള സമയത്ത് കുറച്ച് നേരത്തെ എടുത്ത് വെച്ച് തണവൊക്കെ പോയിട്ട് നമുക്ക് എങ്ങനെയാണോ നമ്മൾ പരത്തി ഉപയോഗിക്കുന്നത് അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റും.